Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഒരു വസിയത്ത് എന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിവാഹവുമായി ബന്ധപ്പെടുത്തിയ ഓരോ ഘട്ടങ്ങളിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പരിചയപ്പെടുത്തി വരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിവാഹം അള്ളാഹുവിന്റെ അനുഗ്രഹമായി മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പവിത്രതയും നമ്മുടെ ജീവിത വിശുദ്ധിയുമൊക്കെ അത്യന്താപേക്ഷിതമാണ്. വിവാഹം ലക്ഷ്യമായി പരിചയപ്പെടുത്തിയ കാര്യം പരിശോധിച്ചാൽ, അതോടൊപ്പം തന്നെ വിവാഹത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന തലത്തെ വിലയിരുത്തിയാലൊക്കെ ആ കാര്യം നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ എത്രമാത്രം ഇതിൽ ജാഗ്രത പാലിക്കണം എന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ അറിയിക്കുന്നത് അവന്റെ ദൃഷ്ടാന്തമായി കൊണ്ടാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. എന്തിനു വേണ്ടിയാണത്? പരസ്പരം സമാധാനജന്യമായ ജീവിതം ഇണകൾക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. വലിയ കുടുംബ സ്വപ്നങ്ങളെയൊക്കെ ഒരു വ്യക്തി ആസൂത്രണം ചെയ്യേണ്ടത് വിവാഹം എന്ന ആ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം. അവിടെ അല്ലാഹുവിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നമുക്ക് അല്ലാഹു നൽകുന്ന ആണിനും പെണ്ണിനും ഒക്കെ തരുന്ന മവദ്ദത്തും റഹ്മത്തുമാണ് ആ ജീവിതത്തിലെ കരുത്തായി മാറേണ്ടത്. അതിന് നമ്മുടെ ഇടപെടലുകൾ
വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ തന്നെ മികച്ച കുടുംബങ്ങൾ എന്ന് വിലയിരുത്തുന്ന അത്തരം കുടുംബങ്ങളിൽ നിന്ന് പോലും വിവാഹത്തോടനുബന്ധമായി പുറത്തു വരുന്ന ആണിന്റെയോ പെണ്ണിന്റെയോ ഒക്കെ പ്രണയബന്ധങ്ങളെ വലിയ തിരിച്ചടിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായും പെൺകുട്ടികളിലാണ് രഹസ്യ ബന്ധങ്ങൾ. നമ്മൾ ഈ ഒരവസരത്തിൽ, കഴിഞ്ഞ ഒരവസരത്തിൽ നമ്മൾ പറഞ്ഞത് വിവാഹാലോചനയുമായി ബന്ധപ്പെടുത്തിയ കാര്യമായതുകൊണ്ട് തന്നെ അതിലേക്ക് ചേർത്തി മനസ്സിലാക്കേണ്ടതാണ് എന്ന് ചില അനുഭവങ്ങൾ കൂടി 1-2 ആഴ്ചയുടെ ഇടയിൽ ഉണ്ടായപ്പോൾ അതുകൂടി ചേർത്തി പറയണം എന്ന് തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. പെൺകുട്ടികൾ പലപ്പോഴും പല പ്രണയബന്ധങ്ങളെയും രഹസ്യമായി സൂക്ഷിക്കുന്നു. ആൺകുട്ടികൾ താരതമ്യേന ഒരു ഭൂരിഭാഗം കേസുകളും മാതാപിതാക്കൾ കൂടി അറിയുന്ന രൂപത്തിലായിരിക്കും അവരുടെ റിലേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. രണ്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ ഒന്ന് ഒരു ടീമിൽ അറിയാം എന്ന ഒരു ഭാഗം അവിടെയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അറിയേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, വിവാഹപൂർവ പ്രണയം ഇസ്ലാം അംഗീകരിക്കുന്ന ബന്ധങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. വിവാഹത്തിന് മുമ്പുള്ള പ്രണയം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ അനുവാദമുള്ള പ്രണയം വിവാഹത്തിന് ശേഷമുള്ളതാണ്. മറ്റൊരു വിഷയം, പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ പലതും വിവാഹമോചനങ്ങളിലാണ് പര്യവസാനിക്കുന്നതായി നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ട വിഷയം. എന്തുകൊണ്ട് ഇത്രയേറെ വലിയ സ്വപ്നങ്ങൾ നെയ്ത് വലിയ പ്രതീക്ഷയോടുകൂടി പ്രണയിനികളായി നടന്ന ചെറുപ്പക്കാർ, ആണും പെണ്ണും, കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് കൊല്ലാപ്പുകളും സംഘട്ടനങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷെ അവർക്ക് കുടുംബപരമായ അവസ്ഥയിലൊക്കെ തൃപ്തിപ്പെട്ട് വിവാഹം കഴിക്കുക എന്നുള്ളതിലൊക്കെ എത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഡയറക്റ്റ് ഒരു വിവാഹം നടക്കാനുള്ള സാധ്യത പ്രണയിച്ച് നടക്കുന്ന ആളുകൾക്കില്ല. എന്നിട്ടും വിവാഹത്തിന് ശേഷം അവർക്കിടയിൽ വലിയ പുകിലുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പഠിക്കണം. കാരണം ഈ പ്രണയിക്കുന്ന ആണും പെണ്ണും ഏതെങ്കിലും 1-2 ഫാക്ടറുകളെ നോക്കി അതിൽ ആകൃഷ്ടരായി പ്രണയം ആരംഭിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക. ഇവളുടെ സംസാരം അവന് നല്ലോണം പറ്റി, അല്ലെങ്കിൽ അവന്റെ സംസാരം ഇങ്ങോട്ട് പറ്റി, അതല്ലെങ്കിൽ വേറെ മാറ്റം എന്താണെങ്കിലും ശരി, ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ പ്രണയിക്കുന്ന സമയത്ത് ഈ ഒന്നിലേക്ക് മാത്രമായിട്ടായിരിക്കും ഇവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അവളുടെ ആ മികവ്, അവന്റെ ആ മികവ്, ഇത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നീട് ഒരു കല്യാണാലോചന വീട്ടിലേക്ക് വരുമ്പോ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യുന്നത് ഈ പ്രണയിനിയുമായോ അല്ലെങ്കിൽ പിന്നെ ഈ എന്തായാലും പറയാ ഈ പ്രണയിക്കപ്പെടുന്ന ഈ ചെറുപ്പക്കാരനെയൊക്കെ ഓർമ്മ വരുന്നത്. 2 സൈഡും കൂടി പറഞ്ഞുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ വിഷയം? എന്താ ഈ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല. ഈ ഇവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെടുന്ന മേഖലകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ച് മാത്രം കമ്പാരിസൺ നടത്തിയിട്ട് അങ്ങനെ പോവാണ്. ഈ പോക്ക് അവസാനം വീട്ടുകാര് നല്ല രൂപത്തിൽ കല്യാണത്തെ അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് എന്ത് ചെയ്യാ, വീട്ടിൽ അറിയുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അവൾ മതി, അവൾക്ക് ഞാൻ മതി എന്ന ആ ഒരു അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ വരും. സ്വാഭാവികമായിട്ടും ഇനി ആൾക്കാരിടയിൽ ഒരു വെറുപ്പ് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ പ്രഷറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിവാഹം നടക്കുന്നത്. പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആവില്ല ഒരിക്കലും നടക്കുക.
അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഈ വിവാഹങ്ങളിൽ വിവാഹം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നേരത്തെ പ്രൊജക്ട് ചെയ്ത ഒന്ന് മാത്രല്ല റിസ്കി ഫാക്ടർ ആയിട്ട് ഉണ്ടാകാം. ഒരുപാട് റിസ്ക് എലമെന്റ്സുകൾ ഉണ്ടാകും, ധാരാളം വിഷയങ്ങൾ വരും. കാരണം ഇവിടെ കുടുംബമായിട്ടാണ് കഴിയുന്നത്. ഇവിടെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള നെഗറ്റീവ്സ് അപ്പുറത്തുണ്ടാവും, ഇപ്പുറത്ത് അതിനേക്കാളും വലുതുണ്ടാവും. ഇത് തമ്മിൽ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോ ഇവർക്കിടയിൽ തന്നെ പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറേ ഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ, നേരത്തെ പ്രണയിച്ച് നടക്കുമ്പോ ഏതെങ്കിലുമൊക്കെ ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനോ ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാനൊക്കെ ശ്രമിച്ച ആളുകൾ ഇപ്പോ പരസ്പരം അകലമുണ്ടാകുന്ന ഒരവസ്ഥ അവിടെ കടന്നു വരും. അത് പെട്ടെന്ന് പൊട്ടിച്ചീറ്റലുകൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പൊ ഇനി പ്രണയാനന്തരം വിവാഹത്തിലേക്ക് വരുമ്പോൾ ഒലിപ്പിക്കലുകളുടെ സാധ്യതകളൊക്കെ വന്നു. അതുവരെ ഒലിപ്പിക്കലിലാണ് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത്. ഇനി ആ ഒലിപ്പിക്കലൊന്നും ഇല്ല. കുടുംബത്തെയും ഒരുപാട് നാട്ടുകാരന്റെയും പിന്നെ ഒക്കെ അതേപോലെ തന്നെ മഹലിന്റെയും ഒക്കെ ശാപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഇവര് സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സ് കഴിഞ്ഞു 21 വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ പേരില് മേജർ ആയതിന്റെ പേരിൽ മാത്രം ഇവരിങ്ങനെ കല്യാണം കഴിച്ച് ചിലപ്പോൾ ചെക്കന്റെ വീട്ടിൽ കുറച്ച് ഒരു അനുകൂല സ്ഥിതി ഉണ്ടാവും. എന്നാ പെണ്ണിനെ ഇറക്കി കൊണ്ടുവന്നിട്ട് എവിടെ നേരത്തെ രജിസ്റ്റർ മാരേജോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് കരയെ കൊണ്ടുവന്ന് കൂട്ടുന്ന അവസ്ഥ ഉണ്ടല്ലോ. അവസാനം ഇതൊരു വയ്യാവേലിയായിട്ട് കാരണം ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ 2 കുടുംബത്തിൽ തന്നെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറ്റൂല എന്നുള്ളത് ഒഴിവാക്കി എന്റെ വാപ്പി ഉമ്മയൊക്കെ എന്നോട് അന്നെ അങ്ങനെ പറഞ്ഞല്ലേ, ഇനി ഇവരെ ഞാൻ ഒഴിവാക്കി പോയി ഇവന്റെ ഈ അലമ്പും ഇവന്റെ ഈ വലിയ പ്രതികാര നടപടികളൊക്കെ ഞാൻ അറിയുമായിരുന്നല്ലോ, ഇവന്റെ സ്നേഹം മാത്രമാണല്ലോ എന്നിലേക്ക് വന്നത് എന്ന് ആലോചിക്കുന്ന ഒരു പെണ്ണ് ഒഴിവാകാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും വേണ്ട, ഞാനായിട്ട് ഉണ്ടാക്കിയല്ലേ, ഇനി ജീവിതകാലം അങ്ങനെ കഴിച്ചു കൂട്ടാ, മരണം വരെ എങ്ങനെ പോകാം, കാരണം മറ്റൊരടിയിലൊന്ന് ഞാന് അടി പോണത് എനിക്ക് കാണാൻ വയ്യ എന്ന തരത്തിലേക്കൊക്കെ ആ വിഷയം പോകും. അങ്ങനെ അസംതൃപ്തമായ ജീവിതവും ഒറ്റപ്പെടലും ഒക്കെ പ്രേമാനന്തര കൂടിച്ചേരലുകളിലും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അപ്പൊ മാന്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം നടത്തപ്പെടുന്ന കുടുംബത്തിന്റെ ഒക്കെ എല്ലാവിധ സഹകരണത്താലും സാന്നിധ്യത്താലും ഒക്കെ ഉണ്ടാകുന്ന വിവാഹങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ആലോചനക്കൊക്കെ ശേഷം പ്രശ്നം ഉണ്ടായാലും അവിടെ മാന്യമായി തൊലാക്കോ അല്ലെങ്കിൽ പുൽഓ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വിവാഹത്തിൽ നിന്ന് മോചനം ഊടിപ്പോരാനുള്ള മാർഗങ്ങൾ അവിടെ അവലംബിക്കും. ആർക്കിടയിൽ ഒരു പ്രശ്നമില്ല, കാരണം മാന്യമായി നടന്ന വിവാഹമാണ്. അതുകൊണ്ട് പ്രണയബന്ധങ്ങളെ ആണും പെണ്ണും ഒക്കെ വേണ്ട എന്ന് പ്രതിജ്ഞ എടുക്കണം. അപ്പൊ അറിവില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ചില ദുർബലമായ അവസ്ഥയിൽ ചിലപ്പോൾ സംഭവിച്ച പ്രണയങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പ്രതിവിധി? അവര് ആ പ്രണയബന്ധങ്ങളെയൊക്കെ മറന്ന് വിവാഹത്തിലൂടെ പുതിയ ജീവിതം ആരംഭിക്കാനാണ് ചിന്താ മണ്ഡലങ്ങളെ കൊണ്ടുപോയി എത്തിക്കേണ്ടത്. അപ്പൊ ഇത്തരം സമയങ്ങളിൽ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? മാതാപിതാക്കളും കുടുംബവും ഒക്കെ സ്നേഹത്തോടെ കൂട്ടുചേർന്ന് ഇത്തരം കെണികളിൽ അകപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ട സാരോപദേശങ്ങൾ നൽകുകയും അവരെ ആ കാര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. നോക്കൂ, അപ്പോ ഈ സാമൂഹ്യ സ്വാതന്ത്ര്യവും അതിന്റെ ദുരുപയോഗങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിന്റെ വലിയ വെല്ലുവിളിയാണ്. അതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യം എന്നത് ഈ കാലഘട്ടത്തിൽ നമ്മള് ആളുകൾ ഇതിന്റെ പിന്നാലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ആൾക്കാരുണ്ടല്ലോ, അവര് പലപ്പോഴും ഇതിനൊക്കെ വക്രീകരിച്ച് പെണ്ണിനെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് സദാസമയവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ട്രാപ്പിൽ പെട്ടുകൊണ്ട് വേണ്ടത്ര ബേസ് കിട്ടാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അത് പെട്ടെന്ന് ദുർബലമായ നിമിഷത്തിൽ മറന്നു പോയത് കൊണ്ടൊക്കെ നേരെ കെണിയിൽ വീഴുന്നു. കെണിയിൽ വീണ് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആണും പെണ്ണൊക്കെ ഉത്തരവാദിത്വത്തിലേക്ക് ചേർത്തി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം എന്ന ഓമനം പേരിട്ട് വക്രീകരിക്കാൻ ശ്രമിക്കുന്ന വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായി ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനികളല്ലേ പറഞ്ഞത്? ഈ പുരോഗമന
ആശയങ്ങൾ ഒക്കെ സ്വാതന്ത്ര്യം എന്ന ഓമന പേരിട്ട് വിളിക്കുമ്പോ അതിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ആ തിരിച്ചറിവിൽ നിന്നാണ് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ വിശ്വാസികൾ പരിധികൾ പാലിച്ച് ജീവിക്കുമ്പോൾ പടച്ചോന്റെ രക്ഷ ഉണ്ടാവും, അതിൽ പടച്ചോന്റെ ബർക്കത്തുണ്ടാകും. ഇനി അങ്ങനെയല്ല ജീവിക്കണമെന്നുണ്ടെങ്കിലോ അനശ്വരമായ ഒരു ലോകത്ത് നഷ്ടമായിരിക്കും എന്ന പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മനോഹരമായി പറയാ, നമ്മൾ ദേഹേച്ഛകളെ ആരാധ്യരാക്കരുത് എന്ന് ഖുർആൻ പറയുന്നത്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാഹു, നീ കണ്ടില്ലേ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളെ കണ്ടില്ലേ? അവൻ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? അവന്റെ ഇച്ഛകൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് അവൻ എങ്ങോട്ടൊക്കെ ചായുന്നുണ്ടോ അതിനൊക്കെ അവൻ ആരാധ്യനാക്കി ഇലാഹാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പ്രേമം തോന്നുന്ന, കൗതുകം തോന്നുന്ന ഒരു പെണ്ണിലേക്ക് ഞാൻ ചായുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഇലാഹാക്കുകയാണ്, എന്റെ ദേഹേച്ഛയെ ഞാൻ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രേമത്തിലൂടെ ഞാൻ ഇലാഹാക്കുന്ന അത്യന്തം അപകടകരമായിട്ടുള്ള അവസ്ഥ കടന്നു വരുന്നുണ്ട്. എന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട കൊള്ളയടിക്കലാണോ എന്നെ പ്രീണിപ്പിക്കുന്നത് എങ്കിൽ അതിനെ ഞാൻ ഇലാഹാക്കുകയാണ്. എന്റെ ദേഹേച്ഛയെ ഞാൻ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ കൊണ്ടുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ ഇലാഹായി സ്വീകരിക്കുക. നോക്കൂ, അത് അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദഇസ അബ്ദു ദീനാരി വദ്ദിർഹം, ദീനാറിന്റെയും ദിർഹമിന്റെയും ഒക്കെ അടിമ, അല്ലേ? ദീനാറിന്റെയും ദിർഹമിന്റെയും ഒക്കെ അടിമ, അതിനെ ചേർത്ത് പറഞ്ഞു പുതപ്പും വസ്ത്രവും ഒക്കെ ചേർത്തിട്ടാ പറഞ്ഞത്. അങ്ങനെയുള്ള അടിമ നശിച്ചു പോയിരിക്കുന്നു എന്നാണ്. അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, അത് കിട്ടാതായാലോ ആകെ കൂടി അസന്തുഷ്ടത അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ചേർത്തി നമ്മൾ വായിക്കാം. എനിക്ക് പ്രേമിച്ച പെണ്ണിനെ കിട്ടുമ്പോ വല്ലാത്ത സന്തോഷം, അവള് തേച്ചൊട്ടിച്ചു പോയാൽ അത് ഭയങ്കര ഇടങ്ങാറ്. ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുക എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്വം വലുതാണ് എന്നുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ തിരിച്ചറിയണം. മാതാപിതാക്കൾക്ക് എന്താ ചെയ്യാറ്? നമ്മളിത് നിസ്സാരമായ കാര്യം കേട്ടോ, ഇത് വളരെ ഗൗരവത്തിൽ ഓർക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ. അപ്പോ ഈ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിൽ രാവിലെ 7 മണിക്ക് പോയി പെണ്ണിനെ കണ്ട് അന്ന് ഉച്ചയാകുമ്പോഴേക്ക് ഈ കണ്ട ചെറുപ്പക്കാരന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് 2 വേറെ ചെറുപ്പക്കാർ നടന്നു വരാം. 2 ചെറുപ്പക്കാർ വന്നിട്ട് ഇന്ന ആള്, ഇന്ന ഈ സ്ഥാപനത്തിൽ ഇന്ന ജോലി ചെയ്യുന്ന ഇന്ന ആള് ആരാണെന്ന് ചോദിക്കുന്നത് ഈ വ്യക്തിയോട് തന്നെയായിരുന്നു, ഈ പെണ്ണ് കണ്ട ചെറുപ്പക്കാരനോട്. സ്വാഭാവികമായിട്ടും വീട്ടിൽ വന്നിട്ട് ഇവൻ പറയുന്നത്, ഉമ്മയോട് പറയുന്നത്, എങ്ങനെ ഉമ്മ, ഈ നമ്മൾ രാവിലെ പോയി കണ്ടത് ആരോട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, ഓരും പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ലല്ലോ, പിന്നെ എങ്ങനെ ഉച്ചയാകുമ്പോഴേക്ക് എന്റെ ഷോപ്പിലേക്ക് ഞാനവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്ക് എങ്ങനെ എന്റെ ഷോപ്പിലേക്ക് ഈ അന്വേഷണം വരുന്നത്? പെണ്ണിന്റെ പേർക്കാർ ഇത്ര പെട്ടെന്ന് അന്വേഷിക്കുമോ? അപ്പൊ തന്നെ നമ്മളെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ധാരണ വന്നു, ഇത് പിന്നെ സമകാലിക സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രശ്നം പോയത് അങ്ങോട്ടേക്കാണ്. ഞാൻ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പിന്നെ ഈ ചെറുപ്പക്കാരി വന്നത് ഇവൾക്ക് അഫയർ ഉള്ള ചെറുപ്പക്കാരനായിരുന്നു അന്വേഷിക്കാൻ വേണ്ടി വന്നത്. നിങ്ങളതിന് ഒഴിവാകണം എന്ന് പറഞ്ഞ് വാപ്പാനെ വിളിക്കുന്നു, ബാക്കി പിന്നെ നടപടികളിലേക്ക് നീങ്ങുന്നു. ഈ ചെറുപ്പക്കാരന്റെ, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്, ആണുങ്ങളെ ബന്ധങ്ങൾ പലപ്പോഴും ഓരോ വാപ്പിയും ഒക്കെ അറിയുന്ന രൂപത്തിലായിരിക്കും. ഈ പെണ്ണുങ്ങളെ ബന്ധങ്ങൾ അധികവും രഹസ്യമായിരിക്കും. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടാതെ വെക്കുമ്പോ കിട്ടുന്നവന്റെ കൂടെ പോവാണ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ പിതാവ് ഇവിടെ പെണ്ണ് കാണാൻ പോയവന്റെ വാപ്പാനെ വിളിക്കാം, ഗൾഫിൽ നിന്നാ വിളിക്കുന്നത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒഴിവാകണം പറയാം. പക്ഷേ നോക്കുന്നത് എത്ര 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ പ്രണയബന്ധമാണത്രേ.
8ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയബന്ധം. അവര് തമ്മിൽ ഫോട്ടോ എടുക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് തെളിവിന് വേണ്ടി അതൊക്കെ കാണിച്ചു തരാം എന്നൊക്കെയാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനതൊരു ഒരാളെ കീറി മുറിക്കാൻ വേണ്ടി പറയില്ല, മറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇതുപോലെ ഉണ്ടാകരുത് നമ്മുടെ വീട്ടിൽ. നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ കാണാൻ വരുന്ന സമയത്ത് എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയോ അവരെ കൊണ്ട് പറയിപ്പിക്കുകയോ ചെയ്യേണ്ടുന്ന സാഹചര്യം എനിക്കൊന്നും ഉണ്ടാവരുത്. അവർ ആത്മാർത്ഥമായിട്ട് ഓക്കെ ദീനിൽ ഉൾക്കൊള്ളുന്ന എന്റെ ജീവിതത്തിന് സംതൃപ്തി ഉണ്ടാകുന്ന ഒരു ബന്ധമാണിതെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സറിഞ്ഞിട്ട് അവർ പറയണം. അല്ലാതെ പോയി കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നേരെ കമിതാവിനെ വിളിച്ചു പറയാ ഇങ്ങനെ ടീം വന്നിരുന്നു, അവന്റെ പേര് ഇതാണോ, അവന്റെ ജോലി ഇതാണോ, അവൻ ഇവിടെ വർക്ക് ചെയ്യണത്, അവിടെ പോയി വർക്കിക്കോട്ടോ എന്ന് പറയാ. ഇത്രമേൽ അബദ്ധം നിറഞ്ഞ അല്ലെങ്കിൽ ഇത്രമേൽ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞൊരു ഏർപ്പാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുവെങ്കിൽ ഈ പോരായ്മ ഇല്ലാതാക്കണ്ടേ? എവിടെ പ്രശ്നം കിടക്കുന്നത്? വിവാഹത്തിന് മുമ്പുള്ള പ്രണയം, അതാ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ മാതാപിതാക്കൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ നിലപാടുകൾ നിരീക്ഷിക്കണം. കുട്ടികളുടെ നിലപാടുകൾ നിരീക്ഷിക്കണം. അവരെ തെറ്റായ പാതയിൽ നിന്ന് സംരക്ഷിക്കണം. എന്റെ കുട്ടി ഉഷാറാന്ന് പറഞ്ഞ് നടന്ന പോരാ, അതിന് അവരെ ഉഷാറാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. ആത്മസംയമനത്തിനും പടച്ചോനെ കുറിച്ചുള്ള പേടി ഇതൊക്കെ വളർത്തുന്നതിനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഞാനും നിങ്ങളൊക്കെ നമ്മളതായ ലോകത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല കുടുംബനാഥനാണ്, കുടുംബനാഥയാണ്, ഉപ്പാക്കും ഉമ്മാക്കും പറയാൻ പറ്റൂലെന്ന്. കാരണം ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ധർമ്മം, ബാധ്യത, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ മക്കളെന്ന അമാനത്തുണ്ടല്ലോ, അതിനേക്കാൾ ഫിനിഷിംഗിൽ പടച്ചോന് തിരിച്ചു കൊടുക്കണം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതിലേക്ക് എന്താ വേണ്ടത്? അവരെ കൊടുക്കേണ്ട സംരക്ഷണം കൊടുത്ത്, അദബ് കൊടുത്ത്. ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ പറയുന്നത്? ഏറ്റവും വലിയ സമ്മാനം എന്താ അറിയോ? അദബുൻ ഹസൻ, ഏറ്റവും നല്ല മര്യാദ പഠിപ്പിക്കലാണ്. അതാണ് 3 പെൺമക്കൾ അല്ലെങ്കിൽ 2 പെൺമക്കളെ കണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അദബ് പഠിപ്പിച്ച് അവരെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാൻ അത് ഭംഗി കണ്ടത്. നടക്കൂല പറയും, ആ കാര്യം നടക്കൂല, നടക്കണേ കുറച്ച് റിസ്ക് എടുക്കണം. സ്വർഗത്ത് പോകാനുള്ള കാര്യങ്ങള് അപ്പൊ അക്ഷരവായനയല്ല, മറിച്ച് ആശയവായന നടത്തുമ്പോൾ കിട്ടുന്ന ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. അപ്പൊ അവരെ ശരിയായ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് വേണം. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പ്രശ്നത്തിനകത്ത് തന്നെ വീണ്ടും ഈ പെണ്ണിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ ഒരു വിവാഹം എങ്ങനെയെങ്കിലൊക്കെ നടക്കണം എന്നുള്ള ധാരണയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ആ പെണ്ണിന്റെ വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അവർ ഈ മുളയിലെ ഈ കാര്യത്തെ തുള്ളിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു തിരിഞ്ഞ് നടത്തം അവിടെ ഉണ്ടാകുമായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലെ ഓരോ അംഗങ്ങളും ശ്രമിക്കണം. എന്താ നമുക്ക് അതിനുള്ള പ്രചോദനം? സഹോദരങ്ങൾ പരിശ്രമിക്കാൻ, വാപ്പയും പരിശ്രമിക്കാൻ, നമ്മുടെ കുടുംബക്കാർ മൊത്തം പരിശ്രമിക്കാൻ. എന്താ നമുക്കുള്ള അതിന്റെ പ്രചോദനം എന്ന് പറയുന്ന മോട്ടിവേഷൻ? ഈ പണിയിലൂടെ, പ്രേമത്തിലൂടെ, പ്രണയത്തിലൂടെ, വിവാഹത്തിന് മുമ്പുള്ള ചാറ്റിങ്ങിലൂടെ, ചീറ്റിങ്ങിലൂടെ ഒക്കെ സംഭവിക്കുന്നത് നരകത്തിലേക്കുള്ള ആ പണി നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ, അവിടുന്ന് മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ഇതിപ്പോ കുട്ടികളല്ലേ, അവന്റെ പ്രായത്തിന്റെ ചാപല്യല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടരുത്. മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ സുരക്ഷിതരാകുന്നതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. നമ്മുടെ മക്കളെയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായത് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാജ ബന്ധങ്ങൾക്ക് ഇടവരുത്തുന്നു എന്ന കാരണത്താൽ യുവതീ-യുവാക്കളൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മതപരമായ ശിക്ഷണങ്ങൾ കൊണ്ട് ആത്മസംയമനവും ആത്മസംസ്കരണവും ഒരു ധൈര്യവും. എനിക്ക് ആരെന്റെ മുമ്പിൽ വന്ന് പ്രപ്പോസ് ചെയ്താലും എന്റെ കുടുംബവും എന്റെ വീടും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ളതല്ലാത്ത ഒരു പ്രപ്പോസലാണ് എങ്കിൽ, കേവലം എന്നെ ഹറാസ് ചെയ്യാനുള്ള അവസ്ഥയാണ് എങ്കിൽ അവിടെ എനിക്ക് ധൈര്യം വേണം, ധൈര്യം കിട്ടണം. ഞാൻ ആ പരിപാടിക്കില്ല എന്ന് പറയാൻ ഒരു പെണ്ണുമാണ് ധൈര്യം കാണിക്കുന്നത്. ഇങ്ങോട്ടും വരാം അങ്ങോട്ടും വരാം. പുതിയ കാലത്ത് കൂടുതൽ ആണുങ്ങൾക്ക് ആണ് പ്രപ്പോസൽ കണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും 8നും 9നും തുടങ്ങിയത്. ഈ 8നും 9നും 5നും 6നും ഒക്കെ തുടങ്ങുന്ന സാധനം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ വലിയ ഡേഞ്ചർ ആയിട്ട് മാറാറുള്ളത്. നിസ്സാരമായ വിഷയമായി നമ്മൾ ഞാൻ കാണരുത്. ദീനാണ് അടിസ്ഥാന പരിഹാരമായിട്ട് മാറേണ്ടത്. പ്രണയബന്ധങ്ങളിലേക്ക് തന്നെ നീങ്ങാൻ
മുങ്ങാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗങ്ങൾ പറയാം. പ്രണയബന്ധങ്ങളിലേക്കില്ല എന്ന പ്രതിജ്ഞയാണ് വേണ്ടത്. വിവാഹപൂർവ പ്രണയബന്ധങ്ങൾ തുടങ്ങിയാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിജ്ഞ എടുക്കാൻ പറഞ്ഞത്? വിവാഹപൂർവമായ, വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധങ്ങൾ ആരംഭിച്ചാൽ പിന്നെ അതിൽ നിന്ന് മോചനം നേടുക എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഉപദേശങ്ങൾ കേട്ടാലും ചിലപ്പോൾ നമ്മളെ മനസ്സ് എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അതിന് മാറ്റിയെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം നോക്കുമ്പോൾ വിവാഹശേഷം ആരംഭിക്കുന്ന പ്രണയ സാധ്യതകൾ മാത്രമാണ്. അത് മനോഹരമാക്കണം എന്നുള്ളതുമാണ്. ഇനിയോ അതിനു മുമ്പ്, വിവാഹത്തിന് മുമ്പ് പ്രണയ സാധ്യത ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അന്യ സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ആ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നതാ എങ്ങനെ പ്രേമം തുടങ്ങാതെക്കാൻ പറ്റും. ഈ പോയിന്റ് ശ്രദ്ധിച്ചോളൂ. എങ്ങനെ പ്രണയം ഇസ്ലാം നിരാകരിക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന പ്രണയം എങ്ങനെ തുടങ്ങാതെക്കാൻ പറ്റും എന്നതിന്റെ സൂചനകളാണ് നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെ കാണാൻ പറ്റുക. അതിലൊന്ന് നോക്കുമ്പോൾ ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞു. ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞ ഒരു പെണ്ണിന് നോക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പെണ്ണിനെ മനസ്സിലാകാൻ പറ്റുന്ന നോട്ടമാണ്. പിന്നീട് അവളിലേക്ക് നമ്മൾ എന്താണോ അവരുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ കാര്യം പറയാ എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ജോലി സ്ഥലങ്ങളിൽ ആണും പെണ്ണൊക്കെ ഇടകലരുന്ന അവസ്ഥ ഉണ്ടാവും. അവിടെ മാന്യത കീപ്പ് ചെയ്യുക. രണ്ടാമതൊരു ദൃഷ്ടി അവരിലേക്ക് പതിയരുത് എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? ഇങ്ങനെ കണ്ണ് ഇതാക്കി ചെമ്മിട്ട് പിന്നെ അങ്ങോട്ട് തുറക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല, മറിച്ച് അവരെ ദുരുദ്ദേശപരമായി, അവരെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ സോഫ്റ്റ് കോർണർ കാണിച്ചാൽ എന്റെ പരിധിയിലേക്ക് വരും, മറ്റൊരാളുടെ ഭാര്യയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയും, ഈ അർത്ഥത്തിലുള്ള ഒരു നോട്ടം പിന്നീട് പാടില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ആണ് ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞത്. സൂറത്തുൽ നൂറിലെ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഫർജിനെ സൂക്ഷിക്കാൻ പറഞ്ഞു, ലൈംഗിക അവയവങ്ങളെ. ഇത് ആണിനോടും പെണ്ണിനോടും പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇനി മറ്റൊരു വിഷയം എന്താണ്? നഗ്നത ശരിയായ രൂപത്തിൽ മറക്കാൻ വേണ്ടി പറഞ്ഞു. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിഫാൻ മിൻ അഹ്ലിൻ നാർ എന്ന് പറഞ്ഞിട്ട് നരകാവകാശികളെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിൽ നിസാഉൻ, ഒരു പറ്റം സ്ത്രീകളുണ്ട്. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്. ആരിയാത്തുൻ മുമീലാത്തുൻ മാഹിലാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ആ ശരീരത്തിന്റെ നിമ്നോന്നതികൾ പുറത്ത് കാണത്തക്ക വിധത്തിൽ വസ്ത്രം തന്നെയാണോ ധരിച്ചിട്ടുള്ളത് എന്ന് തോന്നാത്ത വിധത്തിൽ അവരുടെ എല്ലാ ഭാഗങ്ങളും എക്സ്പോസ് ചെയ്യുന്ന വിധത്തിലുള്ള അത്തരം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള പെണ്ണുങ്ങളെ പറ്റി പറയാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞങ്ങളെ പോലെ അവർ മുടിയൊക്കെ ഇങ്ങനെ നേരൊക്കെ കുത്തി കെട്ടിയിട്ടുണ്ടാവും. അത്തരം പെണ്ണുങ്ങൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. മാത്രമല്ല അവർക്ക് അതിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല. അതിന്റെ ആസ്വാദനത്തെ പറ്റി, സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്നതിന്റെ ആ വഴിദൂരത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് പിന്നെ വരുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ചിലപ്പോ ഈ ഖുതുബയുടെ തന്നെ താഴെ ഏതെങ്കിലും യുക്തിവാദി വന്ന് കമന്റ് ഇട്ടേക്കാം, അല്ലെ? ഈ സ്വർഗമാണ് ഇവരുടെ തുറുപ്പ് ചീട്ട്. അതെ, സ്വർഗം തന്നെയാണ് തുറുപ്പ് ചീട്ട്. അപ്പോ ഈ അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമായി നമ്മൾക്കുള്ള നിർദ്ദേശമാണിത്. ഏതെങ്കിലും ഒരു പുരോഗമനവാദി എന്ന ഓമന പേരിട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. ശരിയാണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ എന്ന് ആസ്വദിക്കേണ്ട ആവശ്യമില്ല. മതത്തിന്റെ നിയമങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തി നമ്മൾ കൊടുക്കണം. ഇന്ന് അത് കൊടുക്കാത്തതിന്റെ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്നുള്ള പേരിൽ പെണ്ണിന്റെ പുറത്ത് കാണാൻ പാടില്ലാത്ത എല്ലാ ഭാഗവും ഒന്ന് പുറത്താക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗപ്പെടുത്തിയതാണ്. സ്വാതന്ത്ര്യമാണ് പേര്, അതിനു വേണ്ട സമരമാണ് നടത്തുന്നത്. അതിന്റെ സേനാനികൾ ഉണ്ടല്ലോ, ആ സേനാനികളെ നമ്മൾ തിരിച്ചറിയണം. അവര് മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റു അല്ല. ആ അർത്ഥത്തിൽ നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെ പെണ്ണിനോട് ഓർമ്മപ്പെടുത്തി കൊഞ്ചിക്കുഴയുന്ന, ആകർഷണം ഉളവാക്കുന്ന ആശയവിനിമയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നീ നിന്റെ സംസാരത്തിൽ ഇങ്ങനെ ഒരു ആകർഷണത്തെ ഉണ്ടാക്കരുത്. അതെങ്ങനെ ഒരു പെണ്ണിന് മാന്യമായി സംസാരിക്കാം. പക്ഷെ ഒരു പെണ്ണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ സംസാരത്തിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യപ്പെടുന്ന വിധത്തിൽ പുരുഷന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി കൊടുക്കരുത്.
അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഇനിയോ അത് ഇന്നത്തെ കാലത്ത് സംസാരിക്കണം കൂടിയില്ല. ഇമോജികളിലൂടെ പോലും ഒരു പെണ്ണിന്റെ അത്തരം വഷളത്തരങ്ങളെ അവൾക്ക് അവളുടെ കയ്യിൽ നമ്പറുള്ള ഈ ചെറുപ്പക്കാരൻ അയച്ചു കൊടുത്താൽ യെസ്, സംഗതി ലോക്കായി, സെറ്റായി. ഇനിയോ കാലങ്ങളോളം ആ ഭാരം പേറി അങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കരുത് എന്ന് മതം പഠിപ്പിക്കുന്നതിനാ. വിവാഹത്തിന് ശേഷമേ പ്രണയം ഉണ്ടാകാവൂ എന്ന കൺസെപ്റ്റാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ദൃഷ്ടി താഴ്ത്തുക, ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ നഗ്നത ശരിയായ രൂപത്തിൽ കാണപ്പെടുന്നൊക്കെ, കൊഞ്ചിക്കൊഴിഞ്ഞുള്ള ആകർഷണം ഉള്ള സംസാരങ്ങൾ ഒരു പെണ്ണിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ പരസ്പരം അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സ്പർശനങ്ങൾ ഉണ്ടാവരുത്. കൈ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞെന്താ പറയുന്നത്, ഇരുമ്പിന്റെ ആണി തലയിൽ തറക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതേപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റക്കാവരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൂമില് അടച്ചുപൂട്ടി നിൽക്കരുത് എന്നൊന്നല്ല. പുതിയ കാലത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കണം. ചാറ്റിങ്ങും ഫോൺ വിളിയും അവരോട് ഒറ്റക്കിരിക്കുന്നതിന് തുല്യ. ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത്യാവശ്യത്തിനല്ലാതെ ഈ പറഞ്ഞതുപോലെ ഒരു പെണ്ണ് ആണിനെ വിളിക്കുക, ആണുമായിട്ട് കൂടുതൽ സംസാരിക്കുക, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളും വെക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അപകടങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ബോധ്യവും നമ്മളെ നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങാൻ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ധാർമ്മികമായ ശിക്ഷണത്വത്തോടു കൂടി നമ്മുടെ മക്കളെ വളർത്താൻ, ആണിനെയും പെണ്ണിനെയും ഒക്കെ വളർത്താനും വിവാഹത്തിലൂടെ മാത്രം ഉണ്ടാകുന്ന ഒരു കുടുംബ സംവിധാനം എന്നതിനെ സ്വപ്നം കാണാനും അതിനു വേണ്ട പണിയെടുക്കാനും നാഥൻ നമുക്ക് നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. നമ്മൾ സൂചിപ്പിച്ചു വന്നത് വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പുറത്തു വരുന്ന ആണിന്റെയും പെണ്ണിന്റെയും ഒക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള മുൻ പ്രണയ കഥകളും അത് മനസ്സിൽ ഉറപ്പിച്ച് അതിലേക്ക് തന്നെ ചിന്തകളും ആലോചനകളും ഒക്കെ കൊടുത്ത് ജീവിതം വേസ്റ്റാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഉണ്ടാവരുത് എന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ഉപദേശങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഇനി നിലവില് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത എന്നാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ള ആളുകൾ, നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നീങ്ങരുത് എന്ന മെസ്സേജ് ആണെങ്കിൽ പോലും നീങ്ങിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉടനെ ചെയ്യണം. കാരണം എന്താ പറയുക, ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ആക്കിബത്ത് എങ്ങനെയാവണം, നല്ല രൂപത്തിലാകണം. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതി ഫിൽ ഉമൂരി കുല്ലിഹാ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പഠിച്ചോനെ, എന്റെ ആഖിബത്ത് എല്ലാ കാര്യത്തിലും നന്നാക്കണം. എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, എന്റെ ബന്ധങ്ങളുടെ കാര്യത്തിൽ, എന്റെ നോട്ടത്തിന്റെ വിഷയത്തിൽ, എന്റെ പിടുത്തത്തിന്റെ വിഷയത്തിൽ, എന്റെ നടത്തത്തിന്റെ വിഷയം, എല്ലാത്തിലും ആഖിബത്ത് നന്നാവണം. ഒരാളെ വെറുപ്പിച്ചിട്ട് പോകരുത് നമ്മൾ. അത് എന്റെ ഇങ്ങോട്ടൊക്കെ ആഗ്രഹമാണ്, നടക്കുമെന്നുള്ളത് പടച്ചോന്റെ അടുത്തുള്ള വിഷയമാണ്. അതിനർത്ഥം നമ്മള് ചെയ്യാതെ പടച്ചോൻ ഇങ്ങനെ ഒരു റോബോട്ടിക് സിസ്റ്റം നമ്മളിലൂടെ വർക്ക് ചെയ്യിക്കുന്നല്ല കേട്ടോ. മറിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ ആവശ്യമായ ശൈത്താനിക പ്രേരണകൾ ഇവിടെ ഉണ്ട്. അതിങ്ങനെ ദുർബോധനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അത് പെണ്ണിനെ കാണുമ്പോ, ആണിനെ കാണുമ്പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ദുഷ്ടലാക്കുകളിലൂടെ ആണ് സംഭവിക്കുക. ഗൗരവത്തിൽ നമ്മൾ കാണണം. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നൈസായിട്ട് ഒഴിവാക്കുക. പിന്നെ അതിന് എന്താ അങ്ങനെ ഒഴിവാക്കാനുള്ള മാർഗം എന്താ? 2-3 റെമഡീസ് നമുക്ക് അതിന് കൊടുക്കാം. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയവർ, ഇവർ തമ്മിൽ
കോണ്ടാക്ട് ചെയ്യുന്നത് ഇല്ലാതായാൽ മതി. ഇപ്പൊ നടക്കുന്ന പ്രണയബന്ധങ്ങളിലൊക്കെ എന്താ പറയാ, ന്യായീകരിക്കാൻ കുറെ സംഗതികളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ന്യായീകരിക്കാൻ കുറെ വിഷയങ്ങളുണ്ട്. ഞാനുള്ള സ്പർശിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നത്, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ കുറെ ആൾക്കാർ പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് നിഷിദ്ധമായ വിഷയമാണ്. അതാണ് മെയിൻ ഫോക്കസ്. വേറെ എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ശരി, ഞാൻ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. നമുക്ക് പിന്നെ പഠിച്ചോൻ നമ്മളെ എന്തിനാണോ സംവിധാനിച്ചത്, ആ സംവിധാനിച്ച ലക്ഷ്യം നടപ്പിലാക്കപ്പെടണം. അത് നടപ്പിലാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതതിന് തടസ്സാവാതിരിക്കാൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കിയാൽ മതി. അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാം, ഒക്കെ നമുക്ക് സംവിധാനങ്ങളാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക്, അങ്ങനെ എന്തൊക്കെ സോഷ്യൽ മീഡിയ ഇടപെടലുണ്ടോ അതൊക്കെ നമ്മളൊന്ന് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാം. റെസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് തോന്നുമ്പോൾ വിളിക്കാന്നുള്ള കേട്ടോ, ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ട വിഷയമാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായാൽ തന്നെ കുറഞ്ഞ കാലം കൊണ്ട്, ഇപ്പൊ നമ്മൾ 5 കൊല്ലം മുമ്പ് എന്റെ കൂടെ പഠിച്ച വ്യക്തിയെ പല ആൾക്കാരും നല്ല ചങ്ക് ബ്രോകളായിരുന്ന ആൾക്കാരെ എനിക്ക് ഓർമ്മല്ല. എന്താ കാരണം? ആ കമ്മ്യൂണിക്കേഷൻ നിൽക്കുമ്പോഴാണ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇല്ലാതെന്നാൽ പ്രശ്നം തീർന്നു. അതേപോലെ തന്നെ പരസ്പരം കാണാൻ ഉള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. നല്ല അടിമുടി മൂത്ത പ്രണയം അസ്ഥിക്ക് പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരെ അപ്പൊ ഒരു വിസ എടുത്തിട്ട് ഒന്ന് വിസിറ്റിങ്ങിന് പോവുകയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ സംബന്ധമായിട്ട് അങ്ങനെ പോവുകയും ചെയ്യും. ഞാനിത് പിന്നെ വിശ്വാസികൾ എന്ന നിലക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന നിലക്ക് പറയാണ്. അതേപോലെ തന്നെ കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു ജോലിയെ ചെയ്യുന്നുണ്ടെങ്കിൽ 2 3 ജോലിയാക്കിയിട്ട് മാറ്റാം. എന്നിട്ട് അതിലേക്കൊക്കെ നമ്മുടെ പിന്നെ ഈ ശ്രദ്ധയും നമ്മുടെ പിന്നെ എൻഗേജ്മെന്റ്സുകൾ കൂട്ടാന്ന് പറയും. എൻഗേജ്മെന്റ്സ് കൂട്ടാം. അവിടെ നമ്മൾ ഇതുവരെ ഖുർആൻ തുറന്നു നോക്കാത്തതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട റിസർച്ച് നടക്കട്ടെ, പ്രൊഡക്റ്റീവ് പോലെ. നമുക്കൊരു തിന്മ പോകുന്നു മാത്രമല്ല, തിന്മകളെ പോലും നന്മകളാക്കുന്ന വിദ്യ പഠനം പറഞ്ഞു തന്നിട്ടുണ്ട്. തൗബ നടത്തിയിട്ട് എന്ത് ചെയ്യാം? പൂർണ്ണമായി നന്മകളിലൂടെ വ്യാപിക്കുക എന്നുള്ള വിഷയം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറക്കാൻ കഴിയാത്ത വലിയ സാഹചര്യം, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ അത്രയും പിടിച്ചു കയറിയതാണ് എങ്കിൽ അവിടെ പരിഹാരം എന്താ? മതപരമായ വിലക്കുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. ടച്ചിങ്സും മറ്റു കാര്യങ്ങളും ബാക്കി വിളിയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക. അത് ഒഴിവാക്കുക. എന്നാൽ മനസ്സിൽ നിന്നാലും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പ്രായം ഒക്കെ അല്ലെങ്കിൽ ജോലി, ഇങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2 കുടുംബങ്ങളിൽ ഇരുന്ന് സംസാരിച്ചിട്ട് അത് വിവാഹത്തിലൂടെ ഒന്നിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ അതിന്റെ അപകടങ്ങൾ 2 കുടുംബത്തെ ബോധ്യപ്പെടും. ചില ആൾക്കാരുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ശരി മൂല്യരഹര പറഞ്ഞിട്ടുണ്ട്, എന്നാ പിന്നെ നമുക്ക് ഈ ബന്ധം ഒഴിവാക്കാൻ. അങ്ങനെയല്ല, മറിച്ച് ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തി നമ്മളിതൊക്കെ തുടങ്ങണ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും, അതെല്ലാം ഇതൊക്കെ നമ്മളെ തെറ്റുകൊണ്ട് തന്നെ, നമ്മൾ നോക്കാത്തതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഇപ്പൊ പിടിച്ചിട്ട് ഓലം കെട്ട് പിന്നെ 2 ആളും വേർപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ വലിയ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവർ 2 ആൾ വേറെ ആരെ കിട്ടിയാലും ചിലപ്പോൾ യോജിക്കൂല. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വേണ്ടതായ പരിഹാരങ്ങൾ അവിടെ കൊടുക്കുകയും വിലയിരുത്തുകയും ചെയ്യാം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയ അതിന്റെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കും. റഹീമായ റബ്ബേ, അറിയാതെ രഹസ്യപരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളൊക്കെയും നല്ല രൂപത്തിൽ പരിഹരിച്ചു കൊടുക്കണേ നാഥ. കടം കൊണ്ട് വരയുന്നവരുടെ കടബാധ്യതകൾ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد واله وصحبه اجمعين.